നമസ്കാരം. കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകാൻ സാധിക്കുന്ന ഏറ്റവും വേഗതയേറിയ 3 ട്രെയിനുകളെ പറ്റിയിട്ടുള്ള വിവരണമാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്നതാണ് എനിക്കൊരു ലൈക്ക് ഒന്ന് സഹായിക്കണം. ഇതിൽ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ആ ഒരു 3 ട്രെയിനുകളെ പരിചയപ്പെടാം. ഫ്രണ്ട്സ്, ഇത് ട്രെയിൻ നമ്പർ 12683 SMVT ബംഗളൂരു എക്സ്പ്രസ് ആണ്. ആഴ്ചയിൽ 3 ദിവസം മാത്രമേ ഈ ഒരു ട്രെയിൻ സർവീസ് ഉള്ളൂ. അത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ബുധനാഴ്ചകളിലുമാണ്. ഈ ഒരു ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ്. അതായത് എറണാകുളം സൗത്തിൽ നിന്ന് വൈകുന്നേരം 4:50 ആരംഭിക്കുന്ന ട്രെയിൻ 602 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് അടുത്ത ദിവസം രണ്ടാം ദിവസം വെളുപ്പിനെ 3:55 നമ്മുടെ SMVT ബംഗളൂരിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 12684 ആയിട്ട് ആഴ്ചയിൽ 3 ദിവസം തന്നെ തിരികെയും സർവീസ് ഉണ്ട്. അത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയാണ്. SMVT ബംഗളൂരുവിൽ നിന്ന് രാത്രി 7 മണിക്ക് ആരംഭിക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം രാവിലെ 6 മണിയോടുകൂടി നമ്മുടെ എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ്. കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു കിട്ടിലം ട്രെയിനാണിത്. ഈ ഒരു ട്രെയിനിൻ്റെ നിർത്തുന്ന സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന സമയം നമ്മൾക്കൊന്ന് കേൾക്കാം. ശേഷം ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജും കേൾക്കാം. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വൈകുന്നേരം 4:50 ആരംഭിക്കുന്ന ട്രെയിന് പിന്നെ 5:10 ആലുവയിലാണ് സ്റ്റോപ്പ് ഉള്ളത്. ശേഷം വൈകുന്നേരം 6 മണിയോടുകൂടി ട്രെയിൻ തൃശ്ശൂരിലേക്ക് എത്തിച്ചേരും. അത് കഴിഞ്ഞാൽ രാത്രി 7:05 ഒറ്റപ്പാലത്തേക്കും രാത്രി 7:30 പാലക്കാട് ജംഗ്ഷനിലും എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രെയിന് കേരളത്തിലുള്ള സ്റ്റോപ്പുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ശേഷം രാത്രി 9 മണിക്ക് പോതാനൂർ ജംഗ്ഷനിലേക്കും രാത്രി 9:40 തിരുപ്പൂരും 10:20 ഈറോഡ് ജംഗ്ഷനും 11:30 സേലം ജംഗ്ഷനിലും എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. പിന്നീട് രണ്ടാം ദിവസം ആരംഭിക്കുന്നത് അർദ്ധരാത്രി 12:59 തിരുപ്പട്ടൂർ എന്ന് പറയുന്നൊരു സ്റ്റേഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത്. ശേഷം 2:15 ബംഗാരപ്പേട്ട ജംഗ്ഷനിലും വെളുപ്പിനെ 3:05 കൃഷ്ണരാജപുരവും വെളുപ്പിനെ 3:55 നമ്മുടെ SMVT ബംഗളൂരിലേക്കും ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. ഇതാണ് ഈ ഒരു ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം. ഇനി ഇതേ ട്രെയിൻ തിരികെ സർവീസ് നടത്തുമ്പോൾ ട്രെയിൻ നമ്പർ 12684 ആയിട്ടാണല്ലോ, അത് നമ്മുടെ SMVT ബംഗളൂരിൽ നിന്നും രാത്രി 7 മണിക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ഉള്ളത് 7:15 കൃഷ്ണരാജപുരമാണ്. അത് കഴിഞ്ഞാൽ രാത്രി 8 മണിയോടുകൂടി ട്രെയിൻ ബംഗാരപ്പേട്ട ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും. അത് കഴിഞ്ഞാൽ രാത്രി 9:15 തിരുപ്പട്ടൂരിലേക്കും രാത്രി 10:40 സേലം ജംഗ്ഷനിലും രാത്രി 11:40 ഈറോഡ് ജംഗ്ഷനിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. ശേഷം അടുത്ത ദിവസം ആരംഭിക്കുക അർദ്ധരാത്രി 12:23 രണ്ടാം ദിവസം തിരുപ്പൂരിലേക്ക് ട്രെയിൻ എത്തിച്ചേരും. ശേഷം 1:44 പോതന്നൂർ ജംഗ്ഷനിലും 2:50 പാലക്കാട് ജംഗ്ഷനിലും 3:15 ഒറ്റപ്പാലത്തേക്കും 3:55 തൃശ്ശൂരേക്കും 4:50 ആലുവയിലേക്കും വെളുപ്പിനെ 6 മണിയോടുകൂടി നമ്മുടെ എറണാകുളം ജംഗ്ഷനിലേക്കും ട്രെയിൻ എത്തിച്ചേരും. ഇതാണ് ഈ ഒരു ട്രെയിനിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും. ഇനി ഈ ഒരു ട്രെയിന് ടിക്കറ്റ് ചാർജ് വരുന്നത് എറണാകുളം ജംഗ്ഷനിൽ നിന്നും നമ്മുടെ SMVT ബംഗളൂരു വരെ ജനറലിന് 190 രൂപയും സ്ലീപ്പറിന് 380 രൂപയും തേർഡ് AC-ക്ക് 995 രൂപയും സെക്കൻഡ് AC-ക്ക് 1400 രൂപയുമാണ്. അപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ എല്ലാ വിവരവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രെയിനെ പരിചയപ്പെടാം. ഫ്രണ്ട്സ്, ഇത് ട്രെയിൻ നമ്പർ 16512 SMVT ബംഗളൂരു എക്സ്പ്രസ് ആണ്. എല്ലാ ദിവസവും സർവീസ് നടന്ന ഈ ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂരിൽ നിന്ന് വൈകുന്നേരം 5:05 ആരംഭിക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം രാവിലെ 7:45 SMVT ബംഗളൂരിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഏകദേശം 511 കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു ട്രെയിൻ ദൂരം സഞ്ചരിക്കുന്നത്. ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 16511 ആയിട്ട് എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് നമ്മുടെ SMVT ബംഗളൂരിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ രണ്ടാം ദിവസം രാവിലെ 10:55 കണ്ണൂരിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇനി ഈ ഒരു ട്രെയിനിൻ്റെ ഷെഡ്യൂൾ നമുക്കൊന്ന് കേൾക്കാം, സമയവിവരം. അപ്പോൾ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ കണ്ണൂരിൽ നിന്ന് വൈകുന്നേരം 5:05 എല്ലാ ദിവസവും ആരംഭിക്കുന്ന ട്രെയിൻ പിന്നെ 5:30 പയ്യന്നൂരാണ് സ്റ്റോപ്പ് ഉള്ളത്. ശേഷം 5:50 നീലേശ്വരം, 6 മണിക്ക് കാഞ്ഞങ്ങാട്, 6:15 കാസർഗോഡ്, 7:50 രാത്രി മാംഗ്ലൂർ സെൻട്രൽ, 8:25 മാംഗ്ലൂർ ജംഗ്ഷൻ, 8:50 ബന്ധാവാല, 9:20 കബകപുത്തൂർ, 10:10 സുബ്രഹ്മണ്യ റോഡിലേക്ക് ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. പിന്നീട് രണ്ടാം ദിവസം ആരംഭിക്കുന്നു. രണ്ടാം ദിവസം അർദ്ധരാത്രി 1:55 സക്ലേഷ്പൂരിലേക്കും 2:45 അർദ്ധരാത്രി ഹസൻ ജംഗ്ഷനിലേക്കും വെളുപ്പിനെ 3:30 ചന്നാരായ പട്ടണ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലേക്കും വെളുപ്പിനെ 3:30 3:35 ശ്രാവണ ബലഗോല എന്ന് പറയുന്ന സ്റ്റേഷൻ, 3:53
ബിജിനഗർ എന്ന് പറയുന്ന സ്റ്റേഷൻ, 4:20 കുനികൽ, 6 മണിക്ക് യശ്വന്ത്പൂർ ജംഗ്ഷൻ, 7:45 SMBT ബംഗളൂരിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. ഇതാണ് ഈ ഒരു ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന സമയം. ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 165-11 ആയിട്ട് എല്ലാ ദിവസവും സർവീസ് നടത്തുമ്പോൾ 8 മണിക്കാണല്ലോ രാത്രി SMBT ബംഗളൂരിൽ നിന്ന് ആരംഭിക്കുന്നത്. ഈ ഒരു ട്രെയിൻ രാത്രി 9:45 നമ്മുടെ യശ്വന്ത്പൂർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും. രാത്രി 10:44 കുനികലിലേക്കും, രാത്രി 11:05 ബിജിനഗറിലേക്കും, രാത്രി 11:30 ശ്രാവണ ബലഗോല എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കും, രാത്രി 11:45 ചന്നാരായ പട്ടണത്തിലേക്കും എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. പിന്നീട് രണ്ടാം ദിവസം അർദ്ധരാത്രി 12:30 ഹസൻ ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും. ശേഷം അർദ്ധരാത്രി 1:45 സക്ലേഷ്പൂരിലേക്കും, 4:50 വെളുപ്പിന് സുബ്രഹ്മണ്യം റോഡിലേക്കും, 5:40 കഭകപുത്തൂറിലേക്കും, 6:10 ബന്ദാവാല എന്ന് പറയുന്ന സ്റ്റേഷനിലും, 6:50 മാംഗ്ലൂർ ജംഗ്ഷനും, 7:10 മാംഗ്ലൂർ സെൻട്രലും എത്തിക്കഴിഞ്ഞാൽ രണ്ടാം ദിവസം രാവിലെ 8:20 കേരളം തുടങ്ങുകയാണ്. അതായത് നമ്മുടെ സ്വന്തം കാസർഗോഡേക്ക് ട്രെയിൻ എത്തിച്ചേരും. ശേഷം 8:41 കാഞ്ഞങ്ങാടിലേക്കും, 8:52 നമ്മുടെ നീലേശ്വരത്തേക്കും, 9:15 പയ്യന്നൂരിലേക്കും, 10:55 ഡെസ്റ്റിനേഷനായ കണ്ണൂരിലേക്കും എത്തിച്ചേരുന്നതാണ്. നമ്മുടെ മലബാർ സൈഡിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകാൻ സാധിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ട്രെയിൻ എന്ന് തന്നെ നമുക്ക് പറയാം. ഏതാ? ഈ SMBT ബംഗളൂരു എക്സ്പ്രസ്. ട്രെയിൻ നമ്പർ 165-12, ട്രെയിൻ നമ്പർ 165-11. കണ്ണൂർ ഭാഗത്തുള്ളവർക്ക്, നമ്മുടെ മലബാർ ഭാഗത്തുള്ളവർക്ക് ഏറ്റവും കിട്ടില്ലം ട്രെയിനാണ് ബാംഗ്ലൂരിലേക്ക് പോകാൻ. ഇപ്പോൾ ടിക്കറ്റ് അവൈലബിലിറ്റി ആണെങ്കിൽ നമുക്ക് ടിക്കറ്റ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ടും ഏറ്റവും ബെറ്റർ ട്രെയിനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി ഈ ഒരു ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജും കാര്യങ്ങളും നമുക്ക് കേൾക്കാം. കണ്ണൂരിൽ നിന്ന് SMBT ബംഗളൂരു വരെ ഒരാൾക്ക് ഈ ഒരു ട്രെയിനിന് ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറലിന് 165 രൂപയും, സ്ലീപ്പറിന് 330 രൂപയും, തേർഡ് AC-ക്ക് 895 രൂപയും, സെക്കൻഡ് AC-ക്ക് 1280 രൂപയും, ഫസ്റ്റ് AC-ക്ക് 2130 രൂപയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ട്രെയിൻ. ഈ ഒരു രണ്ടാമത്തെ ട്രെയിനിൻ്റെ കംപ്ലീറ്റ് വിവരവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ആദ്യം ഞാൻ നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന SMBT ബംഗളൂരു എക്സ്പ്രസിനെ പറ്റി പറഞ്ഞില്ലേ, ആ ഒരു ട്രെയിനിലും നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ചാർജ് ഓൺലൈനിൽ ബുക്ക് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും വലിയ വെയിറ്റ് ലിസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അഥവാ വെയിറ്റ് ലിസ്റ്റ് ഉണ്ടാവുമെങ്കിലും അത് കൺഫേം ആവും. മാത്രമല്ല ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു 2 ആഴ്ചത്തേക്ക് നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് ടിക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും. ഇപ്പോൾ വെയിറ്റ് ലിസ്റ്റ് ഒന്നും വേണ്ടി വരത്തില്ല കേട്ടോ. അവൈലബിൾ കാണിക്കാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ കറണ്ട് അവൈലബിലിറ്റി കിട്ടും. അതായത് പെട്ടെന്ന് നമുക്ക് പോകണമെങ്കിൽ ഉള്ളൊരു സിറ്റുവേഷൻ പെട്ടെന്ന് വന്നാൽ നമുക്ക് നോക്കിയ കറണ്ട് അവൈലബിലിറ്റി ആ അന്നത്തെ ദിവസത്തെ കാര്യമായിട്ടോ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ആദ്യം പറഞ്ഞ ട്രെയിൻ വൈകുന്നേരം 4:50 ബുക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ 1 മണിക്കോ അല്ലെങ്കിൽ അന്ന് രാവിലെ 10 മണിക്കോ നമ്മളൊന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് അവൈലബിലിറ്റി നമുക്ക് കാണാൻ സാധ്യത കൂടുതലാണ്. ഈ 2 ട്രെയിനും വിട്ടുപോകരുത് കേട്ടോ നിങ്ങൾ. ഈ 2 SMBT ബംഗളൂരു എക്സ്പ്രസ്, ആദ്യം പറഞ്ഞത് നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്നതും രണ്ടാമത് പറഞ്ഞത് നമ്മുടെ കണ്ണൂരിൽ നിന്ന് ആരംഭിക്കുന്നതും. ഈ 2 ട്രെയിനുകളും നല്ല കിട്ടിലൻ ട്രെയിനാണ് നമുക്ക് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ വെച്ചിരിക്കുക. ഇതിൽ യാത്ര ചെയ്തവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. ഇതിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളെ യാത്രാ അനുഭവങ്ങളും നിങ്ങൾക്ക് സീറ്റ് കിട്ടിയ കാര്യങ്ങളും എല്ലാം ഒന്ന് കമൻ്റായിട്ടൊന്ന് നിങ്ങളൊന്ന് അഭിപ്രായം രേഖപ്പെടുത്തിയാൽ നമ്മളെ ഈ ചാനലിൽ കാഴ്ചക്കാരുന്ന പുതുമയുള്ളവർ പുതിയ കാഴ്ചക്കാർക്കൊക്കെ അത് തീർച്ചയായും ഉപകാരപ്രദവും. പിന്നെ നമ്മുടെ സ്ഥിര കാഴ്ചക്കാർക്കും അതൊരു ഉപകാരപ്രദവും. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ യാത്രാ അനുഭവങ്ങൾ, ഞാൻ ഈ പറയുന്ന ട്രെയിനുകളെ പറ്റിയിട്ട് നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ യാത്രാ അനുഭവങ്ങൾ തീർച്ചയായും നിങ്ങളത് അറിയിക്കേണ്ടതാണ് കേട്ടോ. ഇനി നമുക്ക് 3ാമത്തെ ട്രെയിനെ പരിചയപ്പെടാം. 3 ട്രെയിനുകളെ മാത്രമേ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. ഈ ഒരു ട്രെയിൻ ഒരു പുലിയാണ് കേട്ടോ. നിങ്ങൾക്ക് വളരെ ചിലവ് ചുരുക്കിക്കൊണ്ട് AC-യിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം ട്രെയിനാണിത്. ട്രെയിൻ നമ്പർ 122-52 യശ്വന്ത്പൂർ ഗരീബ് രഥ് എക്സ്പ്രസ് കേട്ടോ. ഈ ഒരു ട്രെയിനിൽ നിങ്ങൾക്ക് ടിക്കറ്റും കിട്ടും. AC-യിൽ വളരെയധികം വില കുറച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഒരു ട്രെയിനാണ് ഈ ഒരു ട്രെയിൻ, തേർഡ് AC. അപ്പോൾ ഇനി ഈ ഒരു ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കേൾക്കാം. ട്രെയിൻ നമ്പർ 122-58 നമ്മുടെ യശ്വന്ത്പൂർ ഗരീബ് രഥ്. ഈ ഒരു ട്രെയിൻ ആഴ്ചയിൽ 3 ദിവസമാണ് സർവീസ് ഉള്ളത്. അത് നമ്മുടെ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചകളിലാണ്. ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം നോർത്ത് അഥവാ പഴയ കൊച്ചുവേളിയിൽ നിന്ന് വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കുന്ന ട്രെയിൻ കോട്ടയം വഴി ഏകദേശം 802 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് രണ്ടാം ദിവസം രാവിലെ 9:45 നമ്മുടെ യശ്വന്ത്പൂർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നുണ്ട്.
ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 12257 ആയിട്ട് ആഴ്ചയിൽ 3 ദിവസം തന്നെയാണ് തിരികെയും സർവീസ് ഉള്ളത്. അത് ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ്. യശ്വന്ത്പൂർ ജംഗ്ഷനിൽ നിന്നും രാത്രി 8:45 ആരംഭിക്കുന്ന ട്രെയിൻ 2-ാം ദിവസം ഉച്ചയ്ക്ക് 1:20 തിരുവനന്തപുരം നോർത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇനി ഒരു ട്രെയിനിൻ്റെ ഷെഡ്യൂൾ നമ്മൾക്ക് കേൾക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോഴുള്ള സമയവും സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന സമയവും ശേഷം ടിക്കറ്റ് ചാർജും കേൾക്കാം. അപ്പോൾ അങ്ങോട്ട് ട്രെയിൻ പോകുമ്പോൾ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കുന്ന ട്രെയിന് പിന്നെ സ്റ്റോപ്പുള്ളത് നമ്മുടെ സ്വന്തം കൊല്ലം ജംഗ്ഷനിലാണ്. 5:50 എത്തും. ശേഷം 6:30 വൈകിട്ട് കായംകുളം ജംഗ്ഷനിൽ ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് 6:45 മാവേലിക്കരയിൽ ട്രെയിൻ എത്തും. അത് കഴിഞ്ഞാൽ 6:55 ചെങ്ങന്നൂരിലേക്കും രാത്രി 7:05 തിരുവല്ലയിലേക്കും 7:20 ചങ്ങനാശ്ശേരിയിലേക്കും 7:42 കോട്ടയത്തേക്കും 8:55 രാത്രി എറണാകുളം ടൗണിലാണ് ട്രെയിൻ സ്റ്റോപ്പുള്ളത്, സൗത്തിലല്ല, ശ്രദ്ധിക്കുക. എന്നിട്ട് രാത്രി 9:25 ആലുവയിലേക്കും രാത്രി 10:15 തൃശ്ശൂരിലേക്കും ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ട്രെയിനിൻ്റെ സ്റ്റോപ്പുകൾ. പിന്നീട് 2-ാം ദിവസം ആരംഭിക്കുന്നത് നമ്മുടെ പാലക്കാട് ജംഗ്ഷനിൽ നിർത്തിയിട്ടാണ്. അർദ്ധരാത്രി 12:07 ട്രെയിൻ പാലക്കാട് ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ കേരളം കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറുക. അർദ്ധരാത്രി 1:30 കോയമ്പത്തൂർ ജംഗ്ഷനിൽ ട്രെയിൻ എത്തിച്ചേരും. ശേഷം വെളുപ്പിനെ 3:10 ഈറോഡ് ജംഗ്ഷനിലും വെളുപ്പിനെ 4:10 സേലം ജംഗ്ഷനിലും 5:50 ധർമ്മപുരിയിലേക്കും 7:20 ഹൊസൂറും 8:28 ബനസ്വാടി എന്ന് പറയുന്ന സ്റ്റേഷനിലും ശേഷം രാവിലെ 9:45 നമ്മുടെ ഡെസ്റ്റിനേഷനായ യശ്വന്ത്പൂർ ജംഗ്ഷനിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. ഇതാണ് ഈ ഒരു ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും. ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 12257 ആയിട്ട് ആഴ്ചയിൽ ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും തിരികെ സർവീസ് നടത്തുമ്പോൾ നമ്മുടെ യശ്വന്ത്പൂർ ജംഗ്ഷനിൽ നിന്നും രാത്രി 8:45 ആരംഭിക്കുന്ന ട്രെയിൻ രാത്രി 9:10 ബനസ്വാടി എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തും. ശേഷം 10 മണിക്ക് രാത്രി ഹൊസൂറിലേക്ക് എത്തും. രാത്രി 11:30 ധർമ്മപുരിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. പിന്നീട് 2-ാം ദിവസം ട്രെയിൻ ആരംഭിക്കുന്നത് തമിഴ്നാട്ടിൽ കയറി നമ്മുടെ സേലം ജംഗ്ഷനിൽ 1:15 അർദ്ധരാത്രിയിലെത്തും. ശേഷം 2:05 ഈറോഡ് ജംഗ്ഷനും വെളുപ്പിനെ 3:50 കോയമ്പത്തൂർ ജംഗ്ഷനിലും എത്തിക്കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട് കഴിഞ്ഞ് കേരളം തുടങ്ങാൻ പോവുകയാണ്. വെളുപ്പിനെ 5:05 2-ാം ദിവസം പാലക്കാട് ജംഗ്ഷനിൽ ട്രെയിൻ എത്തിച്ചേരും. ശേഷം 6:30 നമ്മുടെ തൃശ്ശൂരേക്കും രാവിലെ 7:42 ആലുവയിലേക്ക്. അപ്പോൾ 6:30 രാവിലെ തൃശ്ശൂരെത്തും. അത് കഴിഞ്ഞാൽ 7:40 ആലുവയിലേക്ക് എത്തും. ശേഷം രാവിലെ 8:15 എറണാകുളം ടൗണിലേക്കും 9:55 രാവിലെ കോട്ടയത്തേക്കും രാവിലെ 10:20 നമ്മുടെ ചങ്ങനാശ്ശേരിയിലേക്കും 10:25 തിരുവല്ലയിലേക്കും 10:40 ചെങ്ങന്നൂരിലേക്കും 10:51 മാവേലിക്കരയിലേക്കും രാവിലെ 11 മണിയോടുകൂടി കായംകുളം ജംഗ്ഷനിലേക്കും 11:35 കൊല്ലം ജംഗ്ഷനിലേക്കും 1:20 തിരുവനന്തപുരം നോർത്തിലേക്കും എത്തിച്ചേരും. ഇതാണ് ഈ ഒരു ട്രെയിനിൻ്റെ സമയ ഷെഡ്യൂൾ. പൊതുവെ ഇന്ത്യൻ റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്ന സമയമാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലൂടെ സർവീസ് നടന്ന ട്രെയിനുകൾ ചിലപ്പോൾ കൃത്യസമയത്ത് എത്തണമെന്നില്ല, ലേറ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഞാനിപ്പോൾ ഈ പറഞ്ഞ 3 ട്രെയിനുകളും അങ്ങനെ അധികം ലേറ്റായ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല എന്നാണ് കൂടുതലും ആൾക്കാരും പറയുന്നത്. ഈ ബാംഗ്ലൂരിലേക്ക് പോകാൻ സാധിക്കുന്ന 3 ട്രെയിനുകളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, വലിയ ലേറ്റ് ആവത്തില്ല, ഒരുപാട് ഡിലേ ഒന്നുമില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ഇപ്പോൾ ഒരു അരമണിക്കൂർ ലേറ്റായിട്ട് എവിടെയെങ്കിലും പിടിച്ചിട്ടാൽ പോലും വണ്ടി ഓടിക്കയറും കേട്ടോ. ഒരുപാട് അന്വേഷിച്ചിട്ട് ചെയ്തതാണ് ഈ ഒരു 3 വീഡിയോ ട്രെയിനിൻ്റെ. ബാംഗ്ലൂരൊക്കെ പോകുന്ന വീഡിയോ നമ്മൾ ട്രെയിനുകളൊക്കെ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ തന്നെ പല വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ കണ്ട് നമ്മുടെ സ്ഥിരം മെമ്പേഴ്സിനും മടുത്തിട്ടുണ്ടാവും. എന്നിരുന്നാലും ഓരോ ദിവസം ഇങ്ങനെ ചെയ്യാത്ത ഓരോന്നൊക്കെ മിസ്സായി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ നേരത്തെ എഴുതി വെച്ചേക്കുന്നത് കൊണ്ടേ നമ്മൾ ആ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിലുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഞാനിങ്ങനെ എഴുതി വെച്ചേക്കും. അപ്പോൾ മിസ്സായി പോയ വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 3 ട്രെയിനുകളും ഓൺ ടൈമാണ് ഗൈസ് കേട്ടോ. നല്ല യാത്രാ അനുഭവങ്ങളായിരിക്കും ബാംഗ്ലൂരിലേക്ക് പോകാൻ. പിന്നെ ഈ ലാസ്റ്റ് പറഞ്ഞ ഗരീബ് രഥ് നിങ്ങൾക്ക് തേർഡ് AC ഒക്കെ 845 രൂപയ്ക്ക് നല്ല ലാഭമാണ്. ഇപ്പോൾ LHB ഒക്കെ ആക്കിയല്ലോ നമ്മുടെ. അപ്പം അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു 3 ട്രെയിനിലും നിങ്ങൾ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ യാത്രാ അനുഭവങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ ഇതിന് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ആരംഭിക്കുന്ന നമ്മുടെ യശ്വന്ത്പൂർ ജംഗ്ഷൻ വരല്ലേ ഉള്ളൂ. 845 രൂപയാണ് ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ്. AC ആണ്, തേർഡ് AC ആണ്. അപ്പോൾ ഈ ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റോ സ്ലീപ്പറോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഗരീബ് രഥ് ആണ്, അറിയാമല്ലോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എടുത്തു പറഞ്ഞത്. 845 രൂപയുണ്ടെങ്കിൽ സുഖമായിട്ട് AC യാത്ര ചെയ്യാം. ചിലവ് ചുരുക്കിക്കൊണ്ട് AC യാത്രയിൽ ഒരു കേരളത്തിന് പുറത്തോട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ട്രെയിനാണ് നമ്മുടെ ഗരീബ് രഥ്. പാവപ്പെട്ടവൻ്റെ AC ട്രെയിൻ എന്നൊക്കെ പറയത്തില്ലേ, അതാണ് നമ്മുടെ ഗരീബ് രഥ്.
പണ്ട് പച്ച വണ്ടിയായിരുന്നു, ഇപ്പോൾ അതൊക്കെ മാറ്റി പുതിയ കോച്ചസൊക്കെ ആയിട്ട് അവരിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു 3 വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും എനിക്ക് ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് തന്നു പോകാൻ മറന്നു പോകല്ലേ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങളും ഈ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തി എന്നെ അറിയിക്കണം. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാൻ എൻ്റേതായ കണ്ടൻറ്റുകൾ ചെയ്തു പോകുന്നൊരു ചാനലാണെന്ന് നിങ്ങൾ വിചാരിച്ചു പോകരുത്. ട്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കണ്ടൻറ്റും ഞാൻ ചെയ്യും. അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഞാനത് എഴുതി വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഞാൻ ചെയ്യാതിരിക്കുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായും ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ട്രെയിൻ റിലേറ്റഡ് കാര്യങ്ങൾ മാത്രം ചെയ്യുന്നൊരു ചാനലാണിത് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഇവിടെ സമയമായി. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വീണ്ടും കാണാം. വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ആയിടും. അതിൻ്റെ ഇടയിൽ കൂടി ഈ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഇട്ട് പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബൈ ആരടുത്തും പറയുന്നില്ല. സി യു. നമുക്ക് വീണ്ടും കാണാം.